ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരബന്ധം സംശയിക്കുന്ന 3 പേർ അറസ്റ്റിൽ. ആയുധങ്ങളും പിടിച്ചെടുത്തു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഇവരെ പിടികൂടിയത്. ജമ്മുകശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. 15 പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്തു. അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്താണ് വിശദാംശങ്ങൾ? ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും തെരച്ചിൽ പുരോഗമിക്കുന്നു. വാഹന പരിശോധന അടക്കം കർശനമാക്കിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ പുൽവാമയിൽ നിന്ന് 3 ഭീകരബന്ധം സംശയിക്കുന്ന 3 പേരെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ തെരച്ചിലിൽ പിടികൂടുന്നത്. ഇവരിൽ നിന്ന് ആയുധശേഖരവും കണ്ടെടുത്തിട്ടുണ്ട്. 2 പിസ്റ്റളുകൾ, അതിന്റെ മാഗസീനുകൾ തുടങ്ങിയ ആയുധശേഖരം കണ്ടെടുത്തു. ഒപ്പം തന്നെ പൂഞ്ചിലെ ആക്രമണത്തിന് പിന്നാലെയുള്ള അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 15 പ്രദേശവാസികളെയും സൈന്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ ഇന്നലെ സൈനിക മേധാവി മനോജ് പാണ്ഡെ ഇവിടം ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളുടെ അടക്കം വിന്യാസങ്ങളെ അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കം കമാൻഡർമാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സൈനിക നടപടി ശക്തമാക്കിക്കൊണ്ടുള്ള നടപടികൾ വരുന്നത്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിയന്തരമായി ഒരു ഉന്നതതല യോഗം ചേർന്നേക്കും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. നിലവിൽ ഈ കാലാവസ്ഥ മുതലെടുത്താണ് ഭീകരർ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിക്കുന്നത് എന്നുള്ള വിലയിരുത്തലാണ് സൈന്യം. ഒപ്പം തന്നെ ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ച് പുൽവാമ, രജൌരി, പൂഞ്ച് തുടങ്ങിയ മേഖലയിലെ വനമേഖല കേന്ദ്രീകരിച്ചാണ് ഭീകരർ ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നടക്കമുള്ള വിലയിരുത്തലാണ് സൈന്യം നടത്തിയിട്ടുള്ളത്. അതിന് ശക്തമായ മറുപടി നൽകാൻ കൂടിയാണ് ഇപ്പോൾ സേന തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിലവിൽ സൈനിക നടപടി ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.